കർത്താവായ യേശുവേ സ്തോത്രം. ബേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രതീഷ് KS. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും രോഗത്താൽ കിടപ്പായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ രോഗത്താൽ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കും. സാധാരണയായി രോഗം പിടിപ്പെടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? പലരും ആശുപത്രിയിലോ ഡോക്ടറുടെ വീട്ടിലോ പോയി വൈദ്യസഹായം തേടും, അല്ലേ? ചിലർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും രോഗസൗഖ്യം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് അനേകം രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് വാക്കുകൊണ്ട് അനേകം പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് രോഗസൗഖ്യം നൽകിയ ഒരു ബാലൻ്റെ സംഭവ കഥയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന യേശു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും യഹൂദ്യ ദേശത്തു നിന്ന് യാത്ര പുറപ്പെട്ട് ശമര്യയിൽ കൂടി കടന്ന് ഗലീലയിലെത്തി. ഗലീല എന്ന് പറഞ്ഞ ദേശത്തെ കഫർനഹൂം പട്ടണത്തിൽ ധനികനായ ഒരു രാജഭൃത്യൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് കഠിനമായ ഒരു രോഗം പിടിപെട്ടിരുന്നു. ആ ബാലൻ മരണത്തിൻ്റെ വക്കോളമെത്തി. യേശു അനേകം രോഗികളെ സൗഖ്യമാക്കുന്നതും മഹാരോഗം ബാധിച്ചവർ പോലും രക്ഷയിലേക്ക് വരുന്നതുമായ സംഭവങ്ങളെക്കുറിച്ച് ജനം അറിഞ്ഞിരുന്നു. അവരിൽ ചിലർ രാജഭൃത്യനോട് മകനെ രക്ഷിക്കാൻ യേശുവിന് കഴിയുമെന്ന് അറിയിച്ചു കാണും. എന്നാൽ ആ സമയത്ത് യേശു ഗലീലയിൽ നിന്നും കാനാവ് എന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഗലീലയിലെ കഫർനഹൂം പട്ടണത്തിൽ നിന്ന് കാനാവിലേക്ക് ഏകദേശം 15 മൈൽ ദൂരമുണ്ട്, അതായത് 24 കിലോമീറ്റർ. അപ്പോൾ മകനെ രക്ഷിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് വിവരമറിഞ്ഞ രാജഭൃത്യൻ 15 മൈൽ ദൂരം വഴി നടന്ന് കനാവിലെത്തി യേശുവിനെ കണ്ടു. അപ്പോൾ മകൻ്റെ രോഗവിവരം കർത്താവിനോട് പറയുകയും തൻ്റെ വീട്ടിൽ വന്ന് പൈതലിനെ സൗഖ്യമാക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുകയും ചെയ്തു. യേശുവിന് തൻ്റെ മകനെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വളരെ ദൂരം നടന്ന് യേശുവിൻ്റെ അടുക്കലെത്തിയത്. പക്ഷേ അവൻ്റെ വിചാരം യേശു തൻ്റെ വീട്ടിൽ വന്ന് പൈതലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വരുത്തുമെന്നായിരുന്നു. അതറിഞ്ഞ യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യന് ധൃതിയായി. കർത്താവ് വരാൻ താമസിച്ചാൽ തൻ്റെ മകൻ മരിച്ചു പോകും എന്നവൻ ഭയപ്പെട്ടു. രോഗി മരിച്ചുപോയാൽ പിന്നെ എന്തു ചെയ്യും? പക്ഷേ യേശുവിന് മരണത്തിന്മേലും അധികാരമുണ്ട് എന്ന് കാണുവാൻ അവന് കഴിവില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം അറിയാവുന്ന യേശുവിനോട് അവൻ അപേക്ഷിക്കുകയാണ്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ. യേശു അവൻ്റെ ദുഃഖവും ആഗ്രഹവും വിശ്വാസവും എല്ലാം ശരിക്കും മനസ്സിലാക്കി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പൈതലിനെ തൊടുകയോ പ്രാർത്ഥിക്കുകയോ മറ്റെന്തെങ്കിലും കർമ്മം അനുഷ്ഠിക്കുകയോ ചെയ്തില്ല.
ഒരു ചെറിയ വാചകം മാത്രം പറഞ്ഞു. എന്നാൽ ആ ഉദ്യോഗസ്ഥൻ യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അവൻ പോകുന്ന വഴി മധ്യേ, അതായത് ഏകദേശം പകുതി ദൂരം ആയപ്പോഴേക്കും അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു വന്ന് മകൻ സൗഖ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം അവരോട് ഏത് സമയത്താണ് രോഗം മാറിയത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇന്നലെ 7 മണിക്ക് എന്നവർ പറഞ്ഞു. നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ അതേ നിമിഷം തന്നെ അവൻ്റെ രോഗം മാറിയെന്ന് ആ പിതാവ് മനസ്സിലാക്കി. തൽഫലമായി അവൻ്റെ വിശ്വാസം കുറെ കൂടി ഉറപ്പുള്ളതായി തീർന്നു. അയാൾ ദാസന്മാരോട് കൂടി വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ വലിയ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടുകാരും നാട്ടുകാരുമായി വന്നവരോടെല്ലാം ആ ഉദ്യോഗസ്ഥൻ എന്തായിരിക്കും പറഞ്ഞത്? യേശുവിൻ്റെ മനസ്സലിവ്, സ്നേഹം, സർവശക്തി എന്നിവയെക്കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു കാണും അല്ലേ? അവരിൽ പലരും ഇതെല്ലാം കേട്ട് യേശുവിൽ വിശ്വസിച്ചു. ഇതുപോലെ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കിയത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:1 മുതൽ 9 വരെ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ യേശു ആരെയാണ് സൗഖ്യമാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. യേശു രോഗസൗഖ്യം തരുന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് നമ്മൾ എന്തു ചെയ്യണം? ഈ സംഭവകഥയിലെ രാജഭൃത്യൻ യേശു ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല കർത്താവിൽ വിശ്വസിച്ചത്. കർത്താവിൻ്റെ സാന്നിധ്യം അവൻ ആദ്യം ആഗ്രഹിച്ചു. അതായത് യേശു അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് പൈതലിന് വിടുതലും സൗഖ്യവും നൽകുമെന്ന് അവൻ കരുതി. പക്ഷേ യേശുവിൻ്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേക്കും അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ ഒട്ടും സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ദൂരത്തും സമീപത്തും ഒരുപോലെ അധികാരമുള്ളവനാണ് യേശു കർത്താവ്. അവൻ ഏത് ഭയങ്കര രോഗത്തെയും മാറ്റുവാൻ തക്കവണ്ണം സർവശക്തനും നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് സഹതപിക്കുന്നവനും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ സഹായിക്കുന്നവനുമാണെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. നാം വിശ്വാസത്തോടു കൂടി നമ്മുടെ കാലടികൾ വയ്ക്കുമ്പോൾ നാം വിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കത്തക്കവണ്ണം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് പ്രവർത്തിക്കുന്നതിന് ബാഹ്യമായ ഉപാധികളൊന്നും ആവശ്യമില്ല എന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന സത്യം അനുഭവിച്ചറിയുന്നതിനും അതിന് സാക്ഷ്യം വഹിക്കുന്നതിനും നമുക്കിടയാകട്ടെ. രോഗശാന്തി പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. യാക്കോബ് 5:16 ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് എന്തു ചെയ്യണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. പുറപ്പാട് 15:26 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇനി ചില ചോദ്യങ്ങളാണ്. കൂട്ടുകാർക്ക് ഉത്തരം അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, യേശു കഫർന്നഹൂമിൽ നിന്ന് യാത്ര തിരിച്ച് ഏത് സ്ഥലത്താണ് എത്തിയത്? ആ സ്ഥലം കഫർന്നഹൂമിൽ നിന്ന് എത്ര അകലെയാണ്? എവിടെയാണ് എത്തിയത്? കാനാവ് എന്ന സ്ഥലത്ത് അല്ലേ? അത് കഫർന്നഹൂമിൽ നിന്നും 15 മൈൽ അകലെയാണ്, അതായത് 24 കിലോമീറ്റർ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, രാജഭൃത്യൻ യേശുവിനെ സമീപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു?
മകൻ കഠിനമായ രോഗം പിടിപെട്ട് മരിക്കാറായിരുന്നു അല്ലേ? അവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് രാജഭൃത്യൻ യേശുവിനെ സമീപിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, രാജഭൃത്യൻ്റെ വിശ്വാസം ആദ്യം അല്പമായിരുന്നു എന്ന് പറയാം അല്ലേ? എന്തുകൊണ്ട്? യേശു രാജഭൃത്യൻ്റെ വീട്ടിൽ ചെന്ന് പൈതലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വരുത്തുമെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. യേശു ഏകസത്യ ദൈവമാണെന്നും മരണത്തിന്മേലും അധികാരമുള്ളവനാണെന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. ഇനി നാലാമത്തെ ചോദ്യം, യേശു തൻ്റെ മകനെ സൗഖ്യമാക്കിയത് രാജഭൃത്യൻ അറിഞ്ഞതെപ്പോൾ? ശേഷം അയാൾക്ക് എന്തു മനസ്സിലായി? എപ്പോഴാണ്? യേശുവിനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ രാജഭൃത്യൻ്റെ സേവകന്മാർ അദ്ദേഹത്തെ ചെന്ന് എതിരേറ്റു മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ അറിയിച്ചു അല്ലേ? അപ്പോൾ ഈ രോഗം സൗഖ്യമായത് എപ്പോഴെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇന്നലെ 7 മണിക്ക് എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ അതേ നിമിഷം തന്നെയാണ് അവൻ്റെ രോഗം മാറിയതെന്ന് ആ പിതാവിന് മനസ്സിലായി. തൽഫലമായി അവൻ്റെ വിശ്വാസം കുറേ കൂടി ഉറപ്പുള്ളതായി തീർന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഈ സംഭവകഥയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടാണോ രാജഭൃത്യൻ യേശുവിൽ വിശ്വസിച്ചത്? അല്ല അല്ലേ? യേശുവിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. അപ്പോഴത്തേക്കും അയാളുടെ വിശ്വാസം വർദ്ധിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ആണ് രാജഭൃത്യൻ യേശുവിൽ വിശ്വസിച്ച് ഒട്ടും സംശയിക്കാതെ മടങ്ങിപ്പോയത് അല്ലേ? ഇനി ആറാമത്തെ ചോദ്യം, യേശു രോഗസൗഖ്യം തരുന്നവനാണെന്ന് കർത്താവിൽ നിന്നും രോഗസൗഖ്യം പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? അപ്പോൾ രോഗസൗഖ്യം തരുന്നവനാണ് യേശു എന്ന് അറിയാമല്ലോ. അപ്പോൾ കർത്താവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒട്ടും സംശയിക്കാതെ കർത്താവ് പൂർണ്ണമായ രോഗസൗഖ്യം നൽകുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അല്ലേ? ദൂരത്തും സമീപത്തും ഒരുപോലെ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. യേശു ഏതു ഭയങ്കര രോഗത്തെയും മാറ്റുവാൻ തക്കവണ്ണം സർവശക്തനും നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് സഹതപിക്കുന്നവനും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ സഹായിക്കുന്നവനുമാണെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മുടെ കാലടികൾ വയ്ക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം കൂടുതൽ ഉറയ്ക്കത്തക്കവണ്ണം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ.